ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ചെറുപഴം വെച്ചിട്ടുള്ള ഒരു ജാമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചെറുപഴങ്ങളെല്ലാം നല്ലപോലെ ഉടച്ച് വെച്ച് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അത് കണ്ട് നല്ല ചണ്ടിയായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വെള്ളമാണ് ഊറ്റിയെടുക്കണം. നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. നമുക്ക് ആ ചണ്ടി എല്ലാം മാറ്റി നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 4-5 കഷ്ണം ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ചെറുപഴം വെച്ചിട്ടുള്ള ജാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അടുപ്പ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര അധികമൊന്നും വേണ്ട, ശകലം മതി. പഴത്തിന് തന്നെ മധുരം ഉണ്ടല്ലോ. നമുക്കിനി ഇത് ഈ ഏലക്കല്ല ഗ്രാമ്പു എടുത്തതിനകത്ത് നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ തോരാതെ ഇളക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാനൊരു ശർക്കര റെഡ് കളറ് ചേർക്കുന്നുണ്ട്. ഒരു കളർ ഇട്ടുകൊണ്ട് നമ്മളെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് കണ്ട ആയിട്ടില്ല. നമുക്കത് ഇങ്ങനെ ഉരുട്ടി വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഉരുട്ടി കിട്ടുമ്പോഴാണ് ജാം ശരിയായി വരുന്നത്. അപ്പോൾ നമുക്കിതൊന്നും കൂടി നല്ലതുപോലെ കുറുക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ജാം ഇവിടെ തയ്യാറായി.